السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبعد، ثم وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ലോക സമൂഹത്തിന് സന്മാർഗമായി അവതരിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിൻ്റെ അനന്തരാവകാശികളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തിരഞ്ഞെടുത്തു. വിശുദ്ധ ഖുർആനിനെ പേജിലും ഹൃദയത്തിലും അതിൻ്റെ ആശയങ്ങൾ ജീവിതത്തിലും കൊണ്ടുവരേണ്ടവരാണ് നമ്മൾ. ثم أورثنا الكتاب الذين اصطفينا من عبادنا. പിന്നെ നാം ഈ വേദഗ്രന്ഥത്തെ അനന്തരമായി നൽകി. ثم أورثنا, നാം അനന്തരമായി നൽകി. അൽ കിതാബ്, അൽ കിതാബ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിനെ. അല്ലദീന ഇസ്തഫൈന മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ നിന്നും നാം തെരഞ്ഞെടുത്ത ആളുകൾക്ക് ഈ വിശുദ്ധ ഖുർആനിനെ അനന്തരമായി നൽകിയെന്ന് സൂറത്തു ഫാത്തിറിലെ 32-ാമത്തെ ആയത്ത് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ അനന്തരാവകാശ സ്വത്തായ വിശുദ്ധ ഖുർആനിനെ പേജുകളിലും ഹൃദയങ്ങളിലും ജീവിതത്തിലും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ മുൻഗാമികൾ കൃത്യമായി കൊണ്ട് ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ തലങ്ങളും മേഖലകളും ശാസ്ത്രങ്ങളും വിശാലമായി കൊണ്ടിരിക്കുകയാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട വിജ്ഞാന ശാഖകൾ കാലം കഴിയുന്തോറും വിശാലമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ദൗത്യം ഏറെ ഭാരിച്ചതാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ വിജ്ഞാന ശാഖ ശാസ്ത്രം രൂപപ്പെട്ടത് തഫ്സീറുകളിലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ തഫ്സീർ എന്ന ശാഖ വിശുദ്ധ ഖുർആനിൽ നിന്നും രൂപപ്പെട്ടു വന്നു. പേജിലല്ലെങ്കിലും സഹാബികളുടെ മനസ്സിലൂടെ അത് കൈമാറ്റം ചെയ്തു വന്നു. അതുപോലെ തന്നെ പിന്നീട് അസ്ബാബുൻ നുസൂൽ, ഓരോ ആയത്തുകളുടെയും അവതരണ പശ്ചാത്തലങ്ങൾ വിശദീകരിക്കുന്ന സ്പെഷ്യലായ പ്രത്യേകമായ വിജ്ഞാന ശാസ്ത്രം ശാഖ രൂപപ്പെട്ടു. അതുപോലെ തന്നെ അന്നാസിഖ് വൽ മൻസൂഖ് വിശുദ്ധ ഖുർആനിൽ ഒരു നിയമമാണ്. അത്
അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമമാക്കിയ ഒരു നിയമത്തെ തത്തുല്യമായ നിയമം കൊണ്ടുവന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ നിയമം കൊണ്ടുവന്നുകൊണ്ട് ആദ്യത്തെ നിയമത്തെ ഉയർത്തിക്കളയുന്ന നാസിഖ് മൻസൂഖ് എന്ന വിജ്ഞാന ശാഖ പ്രത്യേകമായി രൂപപ്പെട്ടു. അതുപോലെ തന്നെ അൽഫാദുൽ ഖുർആൻ, ഇഅറാബുൽ ഖുർആൻ, തജ്വീദുൽ ഖുർആൻ, അതുപോലെ തന്നെ റസ്മു ഉസ്മാനി, ഇങ്ങനെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിജ്ഞാന ശാഖകൾ കാലം കഴിയുന്തോറും ഇങ്ങനെ വിശാലമായി കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തേതാണ് തഫ്സീർ. ആദ്യത്തെ മുഫസ്സിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. ഈ ദിക്റിനെ നാം നിനക്ക് ഇറക്കിയിരിക്കുന്നു. ലിതുബയ്യിന ലിന്നാസ്, നീ ജനങ്ങൾക്ക് ബയാൻ ചെയ്തു കൊടുക്കണം, തഫ്സീർ ചെയ്തു കൊടുക്കണം, വിശദീകരിച്ചു കൊടുക്കണം. മാനുസില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ട, അവർക്ക് അവ്യക്തമായി കാര്യങ്ങൾ വ്യക്തമാവാത്ത വിഷയം നീ വിശദീകരിച്ചു കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന, നാം വിശുദ്ധ ഖുർആനെ നിനക്ക് ഓതി തന്നാൽ നീ ആ ഖുർആനെ പിൻപറ്റുക, ലഫ്ളിലും മഅനയിലും ആശയത്തിലും പിൻപറ്റുക. സുമ്മ ഇന്ന അലൈനാ ബയാന, നാം അതിൻ്റെ വിശദീകരണം നിന്റെ മേൽ നാം ഇറക്കിത്തരും, അതും നീ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് തന്നെ സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവ്യക്തമായ അറിയാത്ത വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പാരായണം പഠിപ്പിച്ചു കൊടുക്കുന്നു, അർത്ഥങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, തഫ്സീറുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, പ്രത്യേകമായി എഴുതുവാനുള്ള ആളുകളെ നിശ്ചയിക്കുന്നു, പാരായണത്തിന് പ്രത്യേകമായ സഹാബികൾ പ്രവാചകൻ നിശ്ചയിക്കുന്നു. ഇങ്ങനെ ഓരോ രംഗത്തും കൃത്യമായ കരുതലോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആന്റെ തഫ്സീറിനെ കൈകാര്യം ചെയ്തു. ഓരോ ആയത്തിൻ്റെയും ഓരോ സൂറത്തിൻ്റെയും തഫ്സീറുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടില്ല. എന്നാൽ സഹാബികൾക്ക് അവ്യക്തമായ വിഷയങ്ങൾ, സഹാബികൾക്ക് ആയത്തിനെ മനസ്സിലാകാത്ത വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുത്തു എന്ന് ചരിത്രം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഷ കൊണ്ടും ഇജ്തിഹാദ് കൊണ്ടും അഥവാ ഗവേഷണം കൊണ്ടും അവർക്ക് പറ്റാത്ത വിഷയങ്ങൾ കൃത്യമായി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഉദാഹരണം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും അവരുടെ വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കാകുന്നു നിർഭയത്വം. വഹും മുഹ്തദൂൻ, അവർ സന്മാർഗത്തിലാണ് എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ സഹാബികൾക്ക് അതിനെ മനസ്സിലായില്ല. സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യുനാ ലാ യദ്ലിം, സ്വന്തത്തോട് ഒരു തരിമ്പ് പോലും അക്രമം പ്രവർത്തിക്കാത്തവർ ഞങ്ങളിൽ ആരാണ്? അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരാജയപ്പെട്ടല്ലോ, ഞങ്ങൾക്ക് നിർഭയത്വമില്ലല്ലോ, ഞങ്ങൾ സന്മാർഗത്തിലല്ലല്ലോ എന്ന് സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് തഫ്സീർ ചെയ്തു കൊടുക്കുകയാണ്, ബയാൻ ചെയ്തു കൊടുക്കുകയാണ്. ഇവിടെ ദുൽമെന്ന് പറഞ്ഞാൽ, അക്രമമെന്ന് പറഞ്ഞാൽ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനെ ഉപദേശിച്ചില്ലേ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ, മോനെ നീ ശിർക്ക് ചെയ്യാൻ പാടില്ല. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് മഹാ അക്രമമാകുന്നു, പാപമാകുന്നു. അപ്പോൾ ഇവിടെ ദുൽമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അർത്ഥമാക്കേണ്ടത്, നിങ്ങൾ തഫ്സീർ കൊടുക്കേണ്ടത് ശിർക്ക് എന്നാകുന്നു. അപ്പോൾ അവിടെ സഹാബികൾക്ക് ബയാൻ ചെയ്തു കൊടുത്തു, അവർക്ക് മനസ്സിലായി. ഇങ്ങനെ ഓരോ വിഷയത്തിലും അവർക്ക് അവ്യക്തമായ വിഷയങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സഹാബികൾ അന്ന് മനസ്സിൽ സൂക്ഷിച്ചു കൈമാറുകയാണ്. അവിടുന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അവർ ഭയപ്പെട്ടു, വിശുദ്ധ ഖുർആനും തഫ്സീറുകളും പരസ്പരം കൂടിക്കലരുമോ എന്ന സൂക്ഷ്മത കൊണ്ട് അവർ കൃത്യമായി മനഃപ്പാടമാക്കി പരസ്പരം പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ, ആശയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തതായി ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കും. ഇങ്ങനെ ആയത്തുകളിൽ അവ്യക്തമായത് സഹാബികൾ ചോദിച്ചു മനസ്സിലാക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത എമ്പാടും ചരിത്രങ്ങൾ വായിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം പ്രവാചകന്റെ കാലഘട്ടത്തിലെ തഫ്സീറിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ. ഒന്ന്,
ചിലതിൽ വിശുദ്ധ ഖുർആൻ തന്നെ അതിനെ വിശദീകരിക്കും. അതാണ് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞത്, ഇന്ന ശിർക ലദുൽമുൻ അളീം. അതുപോലെ തന്നെ മറ്റൊന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും അഹ്മദുമൊക്കെ സ്വഹീഹായി റിവായത്ത് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന മുനാഫിഖിൻ്റെ നേതാവ്, ആ മുനാഫിഖിൻ്റെ നേതാവ് മരണപ്പെട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിൻ്റെ മകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയും അതുകൊണ്ട് പ്രവാചകന്റെ വസ്ത്രം ചോദിക്കുകയാണ്. നിങ്ങളുടെ വസ്ത്രം തരണം, എൻ്റെ ഉപ്പയെ കഫൻ ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വസ്ത്രം നൽകുകയാണ്. പിന്നീട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിതാവിന് വേണ്ടി നമസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തയ്യാറാവുകയാണ്. ഈ സമയത്ത് ഫഖാമ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് തുസല്ലി അലൈഹി, നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മുനാഫിഖിന്റെ നേതാവാണ്, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കുകയാണോ? വഖദ് നഹാക റബ്ബുക അൻ തുസല്ലി അലൈഹി, റബ്ബ് വിരോധിച്ച കാര്യമല്ലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ ഖയ്യറനി അല്ലാഹ്, അള്ളാഹു എനിക്ക് തഖ്യീർ നൽകിയിട്ടുണ്ട്, ചോയ്സ് നൽകിയിട്ടുണ്ട്, എനിക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് നൽകിയിട്ടുണ്ട്. ഏതാണ് ആ ചോയ്സ് നൽകിയ ആയത്ത്? ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും. നിങ്ങൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. ഔ ലാ തസ്തഗ്ഫിർ ലഹും, ചോദിച്ചിട്ടില്ല എങ്കിൽ പോലും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, 70 പ്രാവശ്യം നിങ്ങൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിച്ചാലും അള്ളാഹു പൊറുത്തു കൊടുക്കുകയില്ല. അതുകൊണ്ട് ഞാൻ വസഅസീദു അലാ 70, 70 അല്ല അള്ളാഹു പറഞ്ഞത്, ഞാൻ 70 അധികരിപ്പിക്കും. എന്നിട്ടെങ്കിലും അവന് അള്ളാഹു പുറത്തു കൊടുത്തെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നമസ്കരിക്കുന്നത്. ഈ സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്നഹു ലമുനാഫിഖുൻ, അവൻ മുനാഫിഖാണ്. ഫസ്വല്ല അലൈഹി. ഇതാണ് ബുഖാരിയിലും മുസ്ലിമിലെ റിപ്പോർട്ട്. ഇനി അഹ്മദിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി എണീറ്റ് നിന്നപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞു, അഅലാ അദുവില്ലാഹ്, അള്ളാഹുവിൻ്റെ ശത്രുവിൻ്റെ മേലാണ് പ്രവാചകരെ നിങ്ങൾ നമസ്കരിക്കുന്നത്. പ്രവാചകന്റെ മുന്നിൽ വന്ന് നിന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അൽ ഖായിലു കദാ വകദാ വകദാ വകദാ, അങ്ങനെ ഉബയ്യ് ഇബ്നു സലൂൽ പറഞ്ഞ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. ലൈൻ റജഅനാ ഇലൽ മദീന ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ എന്നൊക്കെ ഉബയ്യിന്റെ മുൻകാല ചരിത്രങ്ങളും പ്രവാചകനെ വർദ്ധിച്ചതുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നതൊക്കെ ചെയ്തില്ലേ, നിങ്ങളെ ഇന്നതൊക്കെ വിളിച്ചില്ലേ, അവന് വേണ്ടി നിങ്ങൾ നമസ്കരിക്കുകയാണോ? യുഇദ്ദ അയ്യാമഹു, ഓരോ ദിനങ്ങളും പ്രവാചകന് എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തു. വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്തസിം, ഇത് കേട്ടവൻ നബി ചിരിക്കുകയാണ്. ഹത്താ അക്സറ അലൈഹി, ആവർത്തിച്ചാവർത്തിച്ച് ഉമർ ഈ കാര്യം പറഞ്ഞു. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖിർ അന്നി യാ ഉമർ, ഉമറെ മാറി നിൽക്കൂ. വസല്ല വഖാമ അലാ ഖബരിഹി, നബി നമസ്കരിക്കുകയും ഖബറിന്റെ അടുക്കൽ പോയി ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയും ചെയ്തു. ഫവല്ലാഹി മാ കാന ഇല്ലാ യസീറൻ, അള്ളാഹു തന്നെയാണ് സത്യം, അല്പം നേരം കഴിഞ്ഞപ്പോഴേക്കും ഹത്താ നസലത്, ആയത്തിറങ്ങി. എന്താണ് ആയത്ത്? അതേ വ്യക്തമായ തബീനുള്ള, വ്യക്തമായ ബയാനുള്ള ആയത്ത്. ആദ്യത്തെ ആയത്തിന്റെ വിശദീകരണം ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും എന്ന ആയത്തിന്റെ വിശദീകരണം എന്താണ്? അതേ വലാ തുസല്ലി അലൈഹിം അലാ അഹദിൻ മിൻഹും മാത അബദാ വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും, മുനാഫിഖുകളിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയും നിങ്ങൾ നമസ്കരിക്കാൻ പാടില്ല, മരിച്ച ആളുകൾക്ക് വേണ്ടി അബദൻ, ഒരിക്കൽ പോലും. വലാ തഖും അലാ ഖബരിഹി, അവരുടെ ഖബറിൽ പോയി അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കാനും പാടില്ല. ഇന്നഹും കഫറു ബില്ലാഹി വബിറസൂലിഹി, അവർ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും നിഷേധിച്ചവരാകുന്നു. വമാതുഹും ഫാസിഖൂൻ, ഫാസിഖുകളായി മരിച്ചവരാകുന്നു. എത്തായത്തിറങ്ങിയപ്പോൾ നോക്കൂ നിങ്ങൾ. അപ്പോൾ അതിൻ്റെ വിശദീകരണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിറങ്ങി. ഇങ്ങനെ ഒരു ബയാൻ പ്രവാചകന്റെ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹു അവ്യക്തമായ ആളുകൾക്ക് വേണ്ടി, അറിയാത്ത ആളുകൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കൂല. ഹത്താ സല്ല ഹുദൈഫത്തുൽ യമാൻ, ഹുദൈഫ നമസ്കരിച്ചിട്ടല്ലാതെ.
കാരണം ഹുദൈഫ സിർറു റസൂലുള്ളാഹിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്നു. മുനാഫികളെക്കുറിച്ച് കൃത്യമായി പ്രവാചകൻ ഹുദൈഫയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹുദൈഫ നമസ്കരിക്കുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹു നമസ്കരിക്കുകയുള്ളൂ ഈ ആയത്തിന് ശേഷം എന്ന് കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ തഫ്സീർ സുആലാത്തു സഹാബ. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓരോ ആയത്തിനെക്കുറിച്ചും ഓരോ വിഷയത്തെക്കുറിച്ചും ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹീന്റെ അടിസ്ഥാനത്തിൽ ബയാൻ ചെയ്തു കൊടുക്കുകയാണ്. ഏതുപോലെ അൻ അബീ ദർ റളിയല്ലാഹു അൻഹു ഖാൽ സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ദർ പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു അൻ ഖൗലില്ലാഹി തആല, അല്ലാഹുവിന്റെ വാക്കിനെ കുറിച്ച്. എന്താണ് അല്ലാഹുവിന്റെ വാക്ക്? വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൂര്യൻ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് അത് സഞ്ചരിക്കുകയാണ് എന്ന ആയത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, മുസ്തഖറുഹാ തഹ്തൽ അർശ്. അതിൻ്റെ മുസ്തഖർ, അതിൻ്റെ പതിസ്ഥാനം, അത് ചെന്നവസാനിക്കുന്നത് തഹ്തൽ അർശ്, അർഷിൻ്റെ ചുവട്ടിലാകുന്നു എന്ന് ആ ആയത്തിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അപ്പോൾ സഹാബികൾ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നു. ഇനിയോ സഹാബികൾ മനസ്സിലാക്കിയതിൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കും. ഇതും ഒരു ബയാനാണ്, തഫ്സീറാണ്. അതിൻ്റെ ഉദാഹരണം നമുക്കറിയാം. നോമ്പിനെ കുറിച്ച് ഇറങ്ങിയ ആയത്ത് വകുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. നിങ്ങൾ ഭക്ഷണം കഴിക്കുക, ഹത്താ യതബയ്യന ലക്കും, നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ, അൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദ്, കറുത്ത നൂലിൽ നിന്നും വെളുത്ത നൂല് പ്രത്യക്ഷമാകുന്നത് വരെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്ന ആയത്തെത്തിയപ്പോൾ, ആയത്തിറങ്ങിയപ്പോൾ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒരു കാലിൽ മേൽ കറുത്ത നൂലും മറ്റേ കാലിൽ മേൽ വെളുത്ത നൂലും കെട്ടിക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ആയത്തിനെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് തിരുത്തുകയാണ്. യാ അദീ, അല്ലയോ അദിയെ, കറുത്ത നൂലിൽ നിന്നും വെളുത്ത നൂല് പ്രത്യക്ഷമാകുക എന്ന് പറഞ്ഞാൽ ഇന്നമാ ഹുവ സവാദുൽ ലൈലി വ ബയാദുൻ നഹാർ, അത് രാത്രിയും പകലുമാകലാകുന്നു. അതല്ലാതെ ഇതൊരു ആലങ്കാരിക പ്രയോഗമാകുന്നു. അവിടുന്ന് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിന്റെ ആ ഫഹ്മിൽ വന്ന അബദ്ധത്തെ തിരുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ആക്ഷേപിച്ചില്ല, നിന്റെ മനസ്സിലാക്കൽ അബദ്ധമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദീനെ ആക്ഷേപിച്ചില്ല. കാരണം അദീ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അലമാ ഇൻദഹു മിൻ ലിസാനിൽ അറബ്, തനിക്ക് പരിചയമുള്ള ഭാഷാ പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഖൈത്ത് എന്ന് പറഞ്ഞാൽ നൂലാണ്, അബീദ് എന്ന് പറഞ്ഞാൽ വെളുത്താണ്, ലൈല് എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. തനിക്ക് പരിചയമുള്ള ഭാഷാ പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദീ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ആ ചിന്തയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരുത്സാഹപ്പെടുത്തിയില്ല, എങ്കിലും അവിടുന്ന് തിരുത്തുകയാണ്. അതുകൊണ്ട് ഇതുപോലെ ഇന്നും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ ഖുർആനെ കുറിച്ച്? അവിടെ നമ്മൾ ആലോചിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു ഈ കാലഘട്ടത്തിൽ അങ്ങനെ പറ്റൂല. കാരണം നമ്മുടെ ഒരായത്തിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കാൻ പറ്റൂല. കാരണം ആ ചിന്തയിൽ അബദ്ധമുണ്ടോ ശരിയുണ്ടോ എന്ന് തിരുത്താൻ ഒന്ന് ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ല. രണ്ടാമത്തേത് നമുക്കറിയുന്ന പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഒരായത്തിനെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അതുപോലെ തന്നെ ഇജ്മാഉ കൊണ്ടും ഖിയാസ് കൊണ്ടും സഹാബികളുടെ അഖ്വാല് കൊണ്ടും ഫഹ്മു കൊണ്ടും താബിയുടെ ഇജ്മാഉ കൊണ്ടും അവ്യക്തമായ ഒരു വിഷയത്തിൽ വരെ ആർക്കേ ചിന്തിക്കാൻ അധികാരമുള്ളൂ? മുത്ലഖ് മുജ്തഹിദുകളായ നിരുപാധികം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഇസ്തിംബാത്ത് ചെയ്യാൻ കഴിവുള്ള, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ, ഹദീസുകളെക്കുറിച്ച് കൃത്യമായി അവഗാഹമുള്ള, ഇസ്തിംബാത്തിനെക്കുറിച്ച് അവഗാഹമുള്ള പണ്ഡിതന്മാർക്ക് മാത്രമേ ഇങ്ങനെ ഈ രൂപത്തിൽ ഇജ്തിഹാദ് നടത്താൻ പറ്റുള്ളൂ. അതും എപ്പോൾ? ഖുർആൻ കൊണ്ട് വ്യക്തമായിട്ടില്ല. ഈ ആയത്തിനെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നില്ല, അവ്യക്തമാണ്. അതുപോലെ തന്നെ ഹദീസ് വ്യക്തമാക്കുന്നില്ല. അതുപോലെ തന്നെ ഇജ്മാഉ കൊണ്ട് വ്യക്തമല്ല, ഖിയാസ് കൊണ്ട് വ്യക്തമല്ല, സഹാബികളുടെ ഇജ്മാഉ കൊണ്ടും ഒന്നും വ്യക്തമല്ലാത്തൊരു കാര്യത്തിൽ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ആ പണ്ഡിതൻ്റെ ഇൽമ് ഉപയോഗിച്ചുകൊണ്ട് ഇജ്തിഹാദ് നടത്താം. അങ്ങനെ ഇജ്തിഹാദ് നടത്തിയാൽ അതിൽ തെറ്റ് പറ്റിയാൽ പോലും ശരിയായാൽ 2 കൂലിയും, തെറ്റ് പറ്റിയാൽ 1 കൂലിയും
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലത്തെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ സഹാബികൾ മനസ്സിലാക്കിയതിന് പ്രവാചകൻ അംഗീകാരം കൊടുക്കുക. അതും തഫ്സീറിൻ്റെ മറ്റൊരു രൂപമാണ്. നോക്കൂ, നിങ്ങളൊരു സംഭവം, അംർ ഇബ്നു ആസ് റളിയല്ലാഹുവിൻ്റെ സംഭവം. അദ്ദേഹത്തെ ഒരു സ്ഥലത്തേക്ക് ദൗത്യ സംഘത്തിൻ്റെ നായകനായി നിയോഗിച്ചു. അങ്ങനെ കടുത്ത തണുപ്പുള്ള സീസണാണ്. അദ്ദേഹത്തിന് വലിയ അശുദ്ധിണ്ടായി, ഇഹ്തിലാമുണ്ടായി, സ്ഖലനമുണ്ടായാൽ കുളിക്കാതെ നമസ്കരിക്കാൻ പറ്റൂല. പക്ഷെ കടുത്ത തണുപ്പാണ്. ഈ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? തയമ്മും ചെയ്യുകയാണ്. തയമ്മും ചെയ്തുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കുകയാണ്, ജനങ്ങൾ ഇമാമായി നമസ്കരിക്കുകയാണ്. അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തി ഈ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, യാ അംർ, അല്ലയോ അംറേ, സ്വല്ലൈത ബി അസ്ഹാബിക വഅൻത ജുനുബുൻ, ജനാപത്തുകാരനായിരിക്കെ കുളിക്കാതെ നിന്റെ കൂട്ടുകാർക്ക് വേണ്ടി നീ നമസ്കരിച്ചുവോ? ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, നഅം ദകർതു ഖൗലല്ലാഹി തആല, അങ്ങനെ ചെയ്യുവാൻ എനിക്ക് തെളിവായത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്താണ്. എന്താണ്? വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ. നിങ്ങൾ സ്വന്തത്തെ വധിക്കാൻ പാടില്ല, സ്വന്തത്തെ നാശത്തിലേക്ക് തള്ളാൻ പാടില്ല. ഞാൻ ഈ സമയത്ത്, കടുത്ത തണുപ്പുള്ള സമയത്ത് കുളിച്ചാൽ എൻ്റെ ജീവൻ അപകടമാണ് എന്ന് ഈ ആയത്ത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയും വലം യഖുൽ ഷൈഅൻ, ഒന്നും പറഞ്ഞില്ല. അതിനർത്ഥം അതിന് അംഗീകാരം നൽകുകയാണ്, സഹാബികളുടെ ഫഹ്മിന് അംഗീകാരം നൽകുകയാണ്. ഇതും ഒരു തഫ്സീറിൻ്റെ രൂപമാണ്. ഇതാണ് തഫ്സീറിൻ്റെ ഒന്നാം ഘട്ടം. ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വഹി മുതൽ ഹിജ്റ 11 വരെയുള്ള ഘട്ടം, പ്രവാചകന്റെ വഫാത്ത് വരെയുള്ള ഘട്ടമാണ് തഫ്സീറിൻ്റെ ഒന്നാം ഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? അവ്യക്തമായത് പഠിപ്പിക്കുകയും ഖുർആൻ കൊണ്ട് വിശദീകരിക്കുകയും സഹാബികൾ ചോദ്യം ചെയ്തപ്പോൾ അത് വ്യക്തമാക്കി കൊടുക്കുകയും സഹാബികളുടെ ഫഹ്മിനെ ശരിയായതിനെ അംഗീകരിക്കുകയും സഹാബികൾ തെറ്റായി മനസ്സിലാക്കിയതിന് തിരുത്തുകയും ചെയ്തുകൊണ്ട് കൃത്യമായ വിശുദ്ധ ഖുർആന്റെ തഫ്സീർ അവിടെ പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു. ഇനി രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഖുലഫാ ഉർ റാഷിദയുടെ കാലഘട്ടമാണ്. അൽ ഖുലഫാ ഉൽ അർബഅ, ഖുലഫാ ഉർ റാഷിദ കാലഘട്ടമാണ് തഫ്സീറിൻ്റെ രണ്ടാം ഘട്ടം. ഹിജ്റ 11 മുതൽ 40 വരെയുള്ള ഇടവേളകൾ, ഇത് തഫ്സീറിൻ്റെ രണ്ടാം ഘട്ടമാണ്. ആ തഫ്സീർ എന്ന ധർമ്മം നിർവഹിച്ചത് അന്നത്തെ അവലംബമായ മുഫസ്സിറുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അൽ ഖുലഫാ ഉൽ അർബഅ, 4 ഖലീഫമാരും, അതുപോലെ തന്നെ കിബാറു സഹാബ, സഹാബികളിലെ പ്രാവീണ്യമുള്ള, കഴിവുള്ള, പരിജ്ഞാനമുള്ള ആളുകൾ, ഉബയ്യ് ഇബ്നു കഅബിനെ പോലെയുള്ള, മുആദിനെ പോലെയുള്ള, ഇബ്നു മസ്ഊദിനെ പോലെയുള്ള വിജ്ഞാനത്തിൽ അഗാധ പാണ്ഡിത്യം നേടിയ ആളുകളായിരുന്നു തഫ്സീർ, വിശുദ്ധ ഖുർആന്റെ ബയാൻ കൈകാര്യം ചെയ്തിരുന്നത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെയും അലി റളിയല്ലാഹുവിൻ്റെയും കാലഘട്ടമെത്തിയപ്പോൾ ഇബ്നു അബ്ബാസിനെ പോലെയുള്ള, അതുപോലെ തന്നെ ഇബ്നു ഉമറിനെ പോലെയുള്ള പ്രഗത്ഭർ ഈ രംഗത്ത് പ്രാവീണ്യം നേടി പ്രസിദ്ധരായതായിട്ടും നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. പക്ഷെ അന്നും അവർ എഴുതിയില്ല. കാരണം വിശുദ്ധ ഖുർആൻ വിശാലമായിട്ട് പല നാടുകളിലേക്കും അയച്ചു കൊടുത്തിട്ടില്ല. അനറബി പ്രദേശങ്ങൾ വിജയിച്ചടക്കുകയാണ്. അതുകൊണ്ട് ഖുർആനും തഫ്സീറും കൂടിക്കലരുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ട് തന്നെ അവർ വീണ്ടും കൈമാറുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് രണ്ടാം കാലഘട്ടം, അതായത് 11 മുതൽ 40 വരെ. ഇനി മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ അവിടെയും സഹാബികളുണ്ട്. സഹാബികൾ ഹിജ്റ 99 അവസാനത്തെ സഹാബി വഫാത്താകുന്നത് 99 അഭിപ്രായമുണ്ട്. 102, 107, 110 എന്ന അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. അബു തുഫൈൽ ആമിർ ഇബ്നു വാസില എന്ന സഹാബിയാണ് അവസാനമായിട്ട് വഫാത്താകുന്നത്. ആ കാലഘട്ടം 41 മുതൽ 99 വരെയാണെന്നും അല്ലെങ്കിൽ 41 മുതൽ 110 വരെയാണെന്നും വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മുഫസ്സിറുകൾ ഒന്ന് സെയ്ദ് ഇബ്നു സാബിത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ, ഇബ്നു ഉമർ, ഇബ്നു അബ്ബാസ്, ജാബിർ ഇബ്നു അബ്ദുള്ള, ഇബ്നു സുബൈർ, അനസ് ഇബ്നു മാലിക്കുള്ള പ്രഗത്ഭരായ സഹാബികൾ ഈ തഫ്സീർ വിജ്ഞാനം, വിശുദ്ധ ഖുർആന്റെ ബയാൻ സൂക്ഷിക്കുകയും അത് പിന്നീടുള്ള തലമുറകൾക്ക് കൈമാറുകയാണ്. പിന്നീടുള്ള തലമുറ എന്ന് പറഞ്ഞാൽ താബിഉകളാണ്,
കിബാറു താബിഈൻ, താബിഉകളിൽ പ്രസിദ്ധരായ അൽഖമത്ത് ബിൻ ഖൈസിനെ പോലെയുള്ള, സഈദ് ബിൻ മുസയ്യിബിനെ പോലെയുള്ള, മുഹമ്മദുൽ ഹനഫിയെ പോലെയുള്ള താബിഉകളായ പ്രസിദ്ധരായ ആളുകൾക്ക് കൈമാറുകയാണ്. താബിഉകളിലേക്ക് എത്തിയത് എങ്ങനെ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ദർസ് മക്കയിലുണ്ടായിരുന്നു. ആ ദർസിൽ പങ്കെടുത്ത താബിഉകൾ ഇബ്നു അബ്ബാസിൽ നിന്നും നേടിയ തഫ്സീറുകൾ, വിജ്ഞാനങ്ങൾ, ബയാനുകൾ അവർ മനഃപ്പാഠമാക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് അവർ രേഖപ്പെടുത്തൽ ആരംഭിച്ചത്. കാരണം കാലം കുറെ കഴിഞ്ഞു, വിശുദ്ധ ഖുർആൻ എല്ലാ മേഖലകളിലും എത്തി. അതുകൊണ്ട് തന്നെ ഖുർആനിൽ കൂടിക്കലരുമെന്ന ഭയം ഇനിയില്ല. അതുകൊണ്ട് അവർ കൃത്യമായി ഇബ്നു അബ്ബാസിൽ നിന്നും രേഖപ്പെടുത്തുകയാണ് താബിഉകൾ. അതുപോലെ തന്നെ കൂഫയിൽ ഇബ്നു അബ്ബാസിന്റെ ശിഷ്യന്മാരായ അതാ ഇബ്നു അബി റബാഹ്, മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ തഫ്സീർ രംഗത്ത് വളരെ പ്രസിദ്ധരാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാർ കൂഫയിൽ, അദ്ദേഹം പഠിപ്പിച്ച ശിഷ്യന്മാർ താബിഉകളിൽ നിന്നും ഇബ്രാഹിമുൻ നഖയ്യെ പോലെയുള്ള, ഇമാം ശഅബിയെ പോലെയുള്ള പ്രസിദ്ധരായ ആളുകൾ. അതുപോലെ തന്നെ ഉബയ്യ് ഇബ്നു കഅബ് മദീനയിൽ, സെയ്ദ് ഇബ്നു അസ്ലമിനെ പോലെയുള്ള ആളുകൾ, മുആദ് ഇബ്നു ജബൽ യമനിൽ. ഇങ്ങനെ വിശുദ്ധ ഖുർആന്റെ ബയാനുകൾ, വിശുദ്ധ ഖുർആന്റെ തഫ്സീറുകൾ പല സ്ഥലങ്ങളിലേക്കും സഹാബികൾ അടുത്ത തലമുറകളിലേക്ക് കൈമാറുകയാണ്. ഇവർ എഴുതാൻ തുടങ്ങി. കാരണം ഇനി വിശുദ്ധ ഖുർആനിൽ ചേരുമെന്ന ഭയം നഷ്ടപ്പെട്ടത് കാരണം. പിന്നീട് 4ാം ഘട്ടം പണ്ഡിതന്മാരാണ് സിഗാറു താബിഈന, താബിഈങ്ങളിലെ അടുത്ത തലമുറ. അവരും അതുപോലെ തന്നെ താബിഉകളല്ലാത്ത പണ്ഡിതന്മാർ, സഹാബികളെ കാണാത്ത പണ്ഡിതന്മാരും. അവരെന്ത് ചെയ്തു? സഹാബികളുടെയും താബിഉകളുടെയും അക്വാലുകളും അതുപോലെ തന്നെ അവരുടെ ഫഹമുകളും കൃത്യമായി ഗ്രന്ഥരൂപത്തിൽ ശേഖരിച്ച് അത് കൃത്യമായ ഗ്രന്ഥരൂപത്തിലുള്ള തഫ്സീറുകൾ നിലവിൽ വരികയാണ്. അതുവരെ ഗ്രന്ഥരൂപത്തിലായിട്ടില്ല. അതുപോലെ തന്നെ സഹാബികളുടെ അക്വാലുകൾ, റിവായത്ത് ചെയ്ത താബിയുടെ അവസ്ഥകൾ അവർ കൃത്യമായി അന്വേഷിക്കുകയാണ്, പരിശോധിക്കുകയാണ്. ഈ സഹാബി പറഞ്ഞത് കൃത്യമാണോ എന്നും, ഈ റിപ്പോർട്ട് ചെയ്ത ആളുടെ ചരിത്രം കൃത്യമാണോ, അയാൾ സത്യസന്ധനാണോ എന്ന് കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അവരുടെ തഫ്സീറുകളിൽ ആ കാര്യം അവർ ചേർത്തത്. അങ്ങനെ വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സഹാബികളുടെ ഇജ്മാഉ കൊണ്ടും അക്വാലു കൊണ്ടും ഫഹ്മു കൊണ്ടും താബിഉകളുടെ ഇജ്മാഉ കൊണ്ടും അക്വാലു കൊണ്ടും ഫഹ്മ കൊണ്ടും ഇസ്തിംബാത്തുകളും എല്ലാം തഫ്സീറിൽ ചേർത്തുകൊണ്ട് ഒരു ഗ്രന്ഥരൂപത്തിലുള്ള തഫ്സീറുകൾ പിൽക്കാലത്ത് നിലവിൽ വന്നു. മുഫസ്സിറുകൾ അവരുടെ അഭിപ്രായങ്ങളും ഇതോടൊപ്പം ചേർത്തു. ഇതാണ് ഇന്ന് നമ്മൾ കാണുന്ന തഫ്സീറുകൾ. ആ തഫ്സീറുകളിൽ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ ആയത്തുകൾക്ക് വൈവിധ്യങ്ങളായ തഫ്സീറുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സഹാബികളുടെ തഫ്സീറിനെ സംബന്ധിച്ചിടത്തോളം ആ തഫ്സീറിന്റെ പ്രത്യേകത, അതിൽ ഇസ്രാഈലിയാത്തുകളില്ല. എന്താണ് ഇസ്രാഈലിയാത്ത് എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഇസ്രാഈലിയാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ, വേദങ്ങളുടെ അല്ലെങ്കിൽ മുൻ വേദങ്ങളുടെ അസത്യമായ അല്ലെങ്കിൽ ആ വേദത്തിലെ നേതാക്കന്മാർ, പുരോഹിതന്മാർ പറഞ്ഞു കൊടുത്ത അസത്യമായ കെട്ടുകഥകൾക്കാണ് ഇസ്രാഈലിയാത്ത് എന്ന് പറഞ്ഞത്. ആ ഇസ്രാഈലിയാത്തുകൾ പിൽക്കാലത്ത് തഫ്സീറുകളിലും ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും കടന്നുകൂടിയിട്ടുണ്ട് എന്നത് സത്യമാണ്. അതുകൊണ്ടാണ് ചരിത്രം, പ്രവാചകനിലേക്ക് ചേർത്ത് പറയുന്ന ചരിത്രങ്ങൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പാടുള്ളൂ പറയാൻ കാരണം എന്താ? ഇസ്രായേലി കെട്ടുകഥകൾ പലതും കടന്നുകൂടിയിട്ടുണ്ട് എന്ന് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പിൽക്കാലത്ത് താബിഉകളുടെ തഫ്സീർ, ഈ താബിഉകളുടെ തഫ്സീറുകളിലാണ് ഇസ്രായേലിയാത്തുകൾ കടന്നുകൂടിയത്. ഒരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അയ്യൂബ് നബിക്ക് രോഗം ബാധിച്ചു, വലിയ പരീക്ഷണങ്ങളുണ്ടായി. ആ കാര്യം നമുക്ക് വിശുദ്ധ ഖുർആനിൽ വ്യക്തമാണ്. എന്നാൽ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അയ്യൂബ് നബിക്ക് രോഗവും പരീക്ഷണവും ഉണ്ടായത് എന്ന് ഒരു ഇസ്രായേലി കെട്ടുകഥയിൽ കാണാം. ഇത് തഫ്സീർ തുബരിയിലുണ്ട്, അതുപോലെ റാസിയിലുണ്ട്, ഖുർത്തുബിയിലുണ്ട് ഈ സംഭവം. അതായത് പറഞ്ഞ തഫ്സീറുകളിൽ ഇസ്രായേലി കെട്ടുകഥകൾ കടന്നുകൂടി. അയ്യൂബ് നബി ആടിനെ അറുത്തു, ഫഅകലഹ, അങ്ങനെ ഭക്ഷിച്ചു. വജാറുഹു ജായിഉൻ, അയൽവാസി വിശക്കുന്ന അവസ്ഥയിൽ ആടിനറുത്ത് തിന്നുന്ന. അതുകൊണ്ടാണ് അയ്യൂബ് നബിക്ക് ഈ രൂപത്തിലുള്ള അസുഖവും ദുരിതവും ഉണ്ടായത്. ഇത് നമ്മൾ വിശ്വസിക്കൂലല്ലോ. അപ്പം ഈ രൂപത്തിലുള്ള കെട്ടുകഥകൾ തഫ്സീറുകളിൽ വന്നു. സഹാബിയുടെ കാലഘട്ടത്തല്ല, പിൽക്കാലത്ത് താബിയുടെ കാലഘട്ടം. കാരണം അവർ ക്രിസ്തീയ പുരോഹിതന്മാരിൽ നിന്നും അവർ വിജ്ഞാനങ്ങൾ ശേഖരിച്ചു. അത് പലതും അസത്യങ്ങളായിരുന്നു. മുൻ വേദഗ്രന്ഥങ്ങളിൽ
മുൻ വേദഗ്രന്ഥങ്ങളിൽ വന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാം. എപ്പോൾ? ഖുർആനിൽ അതിൻ്റെ സൂചനയുണ്ടെങ്കിൽ വിശ്വസിക്കാം. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ ഇസ്രായേലിയാത്തുകൾ കടന്നുകൂടിയിട്ടുണ്ട്. അതോടുകൂടിയാണ് തഫ്സീറുകൾ തമ്മിലുള്ള ഇഖ്തിലാഫുകൾ വർദ്ധിക്കുന്നത്. ഇതാണ് തഫ്സീറുകളുടെ ഒരു ചരിത്രം. ഇനിയോ ലോകത്ത് പ്രസിദ്ധമായ തഫ്സീറുകൾ നിലവിൽ വന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ തഫ്സീർ, അത് ഇബ്നു അബ്ബാസ് എഴുതിയുണ്ടാക്കിയതല്ല, മറിച്ച് അദ്ദേഹം ബയാൻ ചെയ്തത് തവണ കൈമാറി വന്ന് പിൽക്കാലത്ത് ആളുകൾ ക്രോഡീകരിച്ച് ഒരു ഗ്രന്ഥരൂപേണയാക്കി അത് ഇബ്നു അബ്ബാസിലേക്ക് ചേർത്തു. ഇതാണ് തഫ്സീർ ഇബ്നു അബ്ബാസ് എന്നറിയപ്പെടുന്നത്. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന കൂടിയുണ്ട്. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ. പടച്ചോനെ, അവനെ ദീനിനെ അവഗാഹമുള്ളവനാക്കി തീർക്കണമേ. വഅല്ലിംഹു തഅ്വീൽ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം ഇബ്നു അബ്ബാസിന് പഠിപ്പിച്ചു കൊടുക്കണമേ, തോന്നിപ്പിച്ചു കൊടുക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേരിൽ ഒരുപാട് തഫ്സീറുകൾ ആളുകൾ എഴുതി കൂട്ടിയിട്ടുണ്ട്. അതിൽ പ്രസിദ്ധമാണ് ഫൈറൂസാബാദിയുടെ തഫ്സീർ. ഇബ്നു അബ്ബാസിന്റെ പേരിൽ ജംഉ വ തർത്തീബ്, അത് ഒരുമിച്ച് കൂട്ടി ക്രോഡീകരിച്ചു ഫൈറൂസാബാദി. അതുപോലെ തന്നെ അദ്ദേഹം ബഹറുൽ മുഹീത്തിന്റെ ഗ്രന്ഥകർത്താവ് കൂടിയാണ് ഫൈറൂസാബാദി. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ വേറെയും തഫ്സീറുകളുണ്ട്. തഫ്സീറു ഇബ്നു കസീർ, തഫ്സീറു ഇബ്നു ജരീർ തബരി, പഴക്കം ചെന്ന തഫ്സീറാണ്. അതുപോലെ തന്നെ തഫ്സീറു ഖുർത്തുബി. ഇവരൊക്കെ ഈ അങ്ങനെ തഫ്സീറുകളുടെ ആധിക്യം എന്തായി? ആയത്തുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഇൽമിൻ്റെ രഹസ്യങ്ങൾ അവർ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ വിജ്ഞാനങ്ങളിലൂടെ അവർ പുറം ലോകത്തേക്ക് എത്തിച്ചു കൊടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, കാലങ്ങൾ ഇങ്ങനെ കൂടുന്തോറും വിശുദ്ധ ഖുർആന്റെ വിജ്ഞാന ശാഖകൾ വിശാലമായി കൊണ്ടിരിക്കുന്നു. ഒരു ഉദാഹരണം, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ഈ ആയത്തിനെ കുറിച്ച് ഇബ്നു അബ്ബാസ് പറഞ്ഞത് എന്താ? ഈ ആയത്തിൽ പ്രവാചകന്റെ മരണം ഒളിഞ്ഞു കിടക്കുന്നു, പ്രവാചകന്റെ വഫാത്ത് ഒളിഞ്ഞു കിടക്കുന്നു. ഈ ആയത്ത് കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞാൽ നുഈതു അലാ നഫ്സി, എനിക്ക് എൻ്റെ മരണ വാർത്ത അറിയിക്കപ്പെട്ടു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ വൈവിധ്യമാർന്ന വിശദീകരണങ്ങൾ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഈ ആയത്തിന്റെ ഒരു തഫ്സീർ നമ്മൾ കേട്ടിട്ടുണ്ട്, ദഅവത്തിനെ കുറിച്ചാണ്. ഒരാൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ക്ഷണിച്ചാൽ അതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? എന്നാൽ മറ്റൊരു തഫ്സീർ കൂടി ഇതിനുണ്ട്. ഖാലത്ത് ആയിഷ റളിയല്ലാഹു പറഞ്ഞു, നസലത ഫിൽ മുഅദ്ദിനീന. ഈ ആയത്ത് ഇറങ്ങിയത് മുഅദ്ദിനീങ്ങളെ കുറിച്ചാണ്, ബാങ്ക് കൊടുക്കുന്ന ആളുകളെ കുറിച്ചാണ്. ഏതാണ് വമൻ അഹ്സനു ഖൗലൻ എന്ന് പറഞ്ഞാൽ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, ഇതാകുന്നു വമൻ അഹ്സനു ഖൗലൻ, ഏറ്റവും നല്ല വർത്തമാനം. ഈ രൂപത്തിൽ ഓരോ ആയത്തുകളെയും അതിലെ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ വിജ്ഞാനങ്ങൾ നമുക്ക് തഫ്സീറുകളിലൂടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന ആയത്തിന് പല തഫ്സീറുകളുമുണ്ട്. വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 ദിനങ്ങളാണ് എന്ന് പറഞ്ഞവരുണ്ട്. രാത്രികൾ ലയാലിൻ എന്നാണല്ലോ കൊടുത്തത്, അതുകൊണ്ട് അങ്ങനെ അഭിപ്രായപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്ന അഭിപ്രായമുണ്ട്. ഈ മൂന്നിനും കൃത്യമായ ന്യായങ്ങളും അവരുടെ അടുക്കലുണ്ട്. അപ്പം ഈ രൂപത്തിൽ ഓരോ ആയത്തുകൾക്കും വൈവിധ്യമാർന്ന തഫ്സീറുകൾ പിൽക്കാലത്ത് നമുക്ക് ലഭിച്ചു. ഇങ്ങനെ ആയിരക്കണക്കിന് തഫ്സീറുകൾ ലോകത്ത് വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത ലിപികളിൽ പുറത്തു വന്നു. മലയാളത്തിൽ തന്നെ ധാരാളം തഫ്സീറുകൾ. അതിൽ എടുത്തു പറയേണ്ട ഒരു തഫ്സീറാണ് മുഹമ്മദ് അമാനി മൗലിയുടെ തഫ്സീർ. വളരെ വളരെ ഒരു സമൂഹത്തെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കിയ വലിയ വിപ്ലവം സൃഷ്ടിച്ച തഫ്സീർ. ആ തഫ്സീറിനെ കുറിച്ചാണ് ഒരാൾ പറഞ്ഞത്, ഈ തഫ്സീർ അറബിയിലാണെങ്കിൽ മറ്റു ഭാഷ അറബിയിലേക്ക് മാറ്റത്തിരുത്തുകയാണെങ്കിൽ ഇതിനോട് കിടപിടിക്കുന്ന തഫ്സീർ ഉണ്ടാവില്ല എന്നാണ്. അത്ര വളരെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് വിജ്ഞാനങ്ങൾ ഒരുമിച്ച് കൂടിയ തഫ്സീർ മുഹമ്മദ് അമാനി മൗലിയുടെ തഫ്സീർ. ഇങ്ങനെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ. രണ്ടാമത്തേത് അസ്ബാബുൻ നുസൂലുകളാണ്. എന്താണ് അസ്ബാബുൻ നുസൂൽ എന്ന് പറഞ്ഞാൽ? അവതരണ പശ്ചാത്തലങ്ങൾ.
അതേ, ലോകത്ത് പല ആയത്തുകളെയും വിമർശിക്കുവാനും വിമർശന വിധേയമായി കൊണ്ട് ആളുകൾ മനസ്സിലാക്കുവാനും കാരണം ആ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ആ ആയത്ത് ഏത് സാഹചര്യത്തിലാണ് ഇറങ്ങിയത്, ഏത് പശ്ചാത്തലത്തിലാണ് ആയത്ത് ഇറങ്ങിയത് എന്ന് മനസ്സിലാക്കാത്തതിൻ്റെ ഫലമായി കൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഒട്ടേറെ ആയത്തുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നോക്കൂ നിങ്ങൾ, ഒരു അവതരണ പശ്ചാത്തലം, ലാ തദ്ഖുലൂ ബുയൂതൻ നബിയ്യി ഇല്ലാ അയ്യുഅ്ദന ലക്കും ഇലാ തുആമിൻ ഗൈറ നാദിരീന ഇനാഹു. നിങ്ങൾ പ്രവാചകന്റെ വീട്ടിൽ പ്രവേശിക്കാൻ പാടില്ല. ഇല്ലാ അയ്യുഅ്ദന ലക്കും, നിങ്ങൾക്ക് അനുമതി ലഭിക്കാതെ. ഇലാ തുആമിൻ, നിങ്ങളൊരു സൽക്കാരത്തിലേക്ക് പ്രവാചകൻ ക്ഷണിച്ചാൽ ആ സൽക്കാരത്തിലേക്ക് വന്നുകൊണ്ട് പ്രവാചകന്റെ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല അനുമതിയില്ലാതെ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുമതിയില്ലാതെ നിങ്ങൾ വീട്ടിൽ പ്രവേശിച്ചാൽ നിങ്ങളോട് പുറത്തു പോവാൻ പറയാൻ പ്രവാചകന് മടിയാണ്. ഇന്നദാലിക്കും കാന യുഅ്ദിൻ നബിയ്യ്, പ്രവാചകനത് പ്രയാസമാണ്, ലജ്ജയാണ് നിങ്ങളോട് പറയാൻ. എന്നാൽ വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, അള്ളാഹുവിന് സത്യം പറയാൻ മടിയില്ല. ഏതാണ് ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം? മുസ്ലിമിൽ വിശാലമായ ഒരു ഹദീസ് ഉണ്ട്. സൈനബ ബിൻത് ജഹ്ഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ പറഞ്ഞു, അനസേ, നീ കാണുന്ന ആളുകളെല്ലാം സൽക്കാരത്തിന് വേണ്ടി വലീമക്ക് വേണ്ടി ക്ഷണിക്കുക. അനസ് റളിയല്ലാഹു അൻഹു എല്ലാവരെയും വലീമക്ക് വേണ്ടി ക്ഷണിച്ചു. പ്രവാചകന്റെ ഭാര്യമാരുടെ ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ റൂമുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരൊറ്റ ഇരിപ്പിൽ ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ലിയതഹല്ലഖ 10 ആളുകൾ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ, അവർ ഭക്ഷണം കഴിച്ചാൽ അടുത്ത ട്രിപ്പ് വരട്ടെ. അങ്ങനെ അവസാനത്തെ ട്രിപ്പ് വന്നപ്പോൾ ആളുകൾ ഭക്ഷണം കഴിച്ചു. 3 ആളുകളെ സംബന്ധിച്ചിടത്തോളം യസ്തഅ്നിസൂന ഫിൽ കലാം, അവർ ഭക്ഷണം കഴിച്ചിട്ട് നാട്ടൊർത്താനം പറഞ്ഞുകൊണ്ട് അവർ എണീറ്റ് പോകുന്നില്ല. പ്രവാചകന്റെ ഭാര്യയാണെങ്കിൽ ആ റൂമിലുണ്ട്, ഒരു ചുമരിന്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചിരിക്കുകയാണ്. ഇവരെ എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ എന്ന് പ്രവാചകൻ കൊതിക്കുകയാണ്. പക്ഷെ ഇവരോട് പറയാൻ പ്രവാചകന് ലജ്ജയാണ്. ഇവർ നാട്ടൊർത്താനം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ പുറത്തേക്ക് പോയി, തൻ്റെ അടുത്ത ഭാര്യമാരുടെ ഹുജറാത്തുകളിലേക്ക് പോയി, ആയിഷാബിൻ്റെ അടുക്കൽ പോയി, അസ്സലാമു അലൈക്കും കൈഫ ഹാലുക്. ഇങ്ങനെ ഓരോ ഭാര്യമാരുടെ അടുക്കലേക്കും, അനസ് കൂടെയുണ്ട്, ഓരോ ഭാര്യമാരുടെ അടുക്കലേക്കും പോവുകയാണ്. ഭാര്യമാർ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കൈഫ വജത്ത അഹ്ലക, പുതിയ ഭാര്യ എങ്ങനെയുണ്ട്? ഈ രൂപത്തിൽ പ്രവാചകന് മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോഴും വഖാനു, ആ 3 ആളുകൾ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ മടങ്ങുകയാണ് വീണ്ടും. ഈ സമയത്താണ് ഫനസലത്ത് ആയത്തിറങ്ങുന്നത്. പ്രവാചകൻ മടങ്ങി വരുന്നത് കണ്ടപ്പോൾ അവർ എണീറ്റ് പോയി. ഈ സമയത്താണ് ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ നബി, നിങ്ങൾ പ്രവാചകന്റെ വീട്ടിൽ അനുമതിയില്ലാതെ പ്രവേശിക്കാൻ പാടില്ല. ഒരു ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ചാൽ ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിരിഞ്ഞു പോകണം. ഫൈദാ തുഇംതും, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫൻതശിറു, നിങ്ങൾ പിരിഞ്ഞു പോകണം. ഇന്നദാലിക്കും കാന യുഅ്ദിൻ നബിയ്യ്, അതെ, നിങ്ങളോട് പിരിഞ്ഞു പോവാൻ, ഇറങ്ങിപ്പോകാൻ പറയാൻ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അത് വയസ്തഹീ മിൻകും, ലജ്ജയാണ്. ഈ അവതരണ പശ്ചാത്തലത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. ഇങ്ങനെ ഓരോ ആയത്തുകൾക്കും അല്ലെങ്കിൽ ചില ആയത്തുകൾക്ക് അതിൻ്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കിയാലേ ആ ആയത്തിൻ്റെ പൂർണ്ണമായ വിവരണം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതുപോലെ ഒട്ടേറെ ആയത്തുകൾ വിശുദ്ധ ഖുർആൻ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സബബുൻ നുസൂലുകൾക്ക് പ്രത്യേകമായ വിജ്ഞാനശാഖ, അതിൻ്റെ പ്രത്യേകമായ സ്വതന്ത്രമായ വിജ്ഞാനശാഖ ഗ്രന്ഥങ്ങൾ രൂപപ്പെട്ടു സബബുൻ നുസൂൽ മാത്രം പറയുവാൻ വേണ്ടി. പിന്നെ മൂന്നാമത് നാസിഖ് വൽ മൻസൂഖ് എന്നാണ്. നാസിഖ് മൻസൂഖ് 2 വിധമുണ്ട്. ഒന്ന്, ഒരു ആയത്തിനെ ആ ആയത്തിൻ്റെ അക്ഷരങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ നിയമം ദുർബലപ്പെടുത്തുക. രണ്ടാമത്തേത് ആയത്തിനെ ഒന്നിച്ച് ദുർബലപ്പെടുത്തുക. ഈ രൂപത്തിൽ 2 രൂപത്തിലാണ് നാസിഖ് മൻസൂഖ് ഉള്ളത്. അതിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഉദാഹരണം, വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് ഫൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. മശ്രിഖും മഗ്രിബും അള്ളാഹുവിൻ്റെതാണ്. നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അള്ളാഹു അവിടെയുണ്ട്. അപ്പം വിശ്വാസികൾ കഅബ ഖിബലയായി നിശ്ചയിക്കുന്നതിന് മുമ്പ് വിശ്വാസികൾ 16 മാസത്തോളം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു. ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക എന്നുള്ളത്? കാണാൻ സാധ്യമല്ല. എന്നാൽ പിന്നീട് ആയത്തിറങ്ങി,
അതിനെ നസ്ഖ് ചെയ്തുകൊണ്ട് എന്ത്, നിങ്ങൾ ഇനി കഅബയിലേക്കാണ് തിരിഞ്ഞ് നമസ്കരിക്കേണ്ടത്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് നമസ്കരിക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആയത്തിൻ്റെ നിയമം അള്ളാഹു ഉയർത്തുമ്പോൾ അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു കൊണ്ടുവരും. അതാണ് ഖുർആൻ പറഞ്ഞത്, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ. ഒരു ആയത്തിനെ നാം നസ്ഖ് ചെയ്യുമ്പോൾ നഅതി ബിഖൈരിൻ മിൻഹാ, അതിനേക്കാൾ നല്ല നിയമത്തെ നാം കൊണ്ടുവരും, ഔ മിസ്ലിഹാ, അല്ലെങ്കിൽ തത്തുല്യമായത് കൊണ്ടുവരും. നോക്കൂ നിങ്ങൾ, ഒരു ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും ഇദ്ദയിരിക്കണം. ആദ്യം അത് 1 വർഷമായിരുന്നു. എന്നാൽ പിന്നീട് എന്തായി? 4 അശ്ഹുരിൻ വ 10, അത് 4 മാസമായി. അപ്പോൾ ആദ്യത്തെ നിയമത്തെക്കാൾ നല്ല നിയമം 4 മാസം 10 ദിവസം കൊണ്ടുവന്നു. മറ്റേത് മതാനിൽ ഹൗൽ 1 വർഷം ഇരിക്കണമായിരുന്നു. ഇതാണ് നാസിഖ് മൻസൂഖ് എന്ന് പറഞ്ഞാൽ. ഒരു ഉദാഹരണം കൂടി, ഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. നിങ്ങൾ മനസ്സിലുള്ളത് രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും അള്ളാഹ് പിടിക്കും. ഈ ആയത്ത് സഹാബികളെ പിടിച്ചു കുലുക്കിയ ആയത്താണ്. കുല്ലിഫ്നാ മാ ലാ നുതീഖ്, പ്രവാചകരെ ഞങ്ങൾക്ക് സാധിക്കാത്തതാണല്ലോ പടച്ചോൻ നിർബന്ധിപ്പിച്ചത്. ഞങ്ങൾ തിന്മയുടെ മനസ്സാണ് ഞങ്ങളുടേത്. അല്ലെങ്കിൽ മനസ്സിനെ സ്വതന്ത്രമാക്കിയാൽ തിന്മകൾ കടന്നു വരും. ഒരു തിന്മ ചെയ്യണമെന്ന് വിചാരിച്ചു പോവും, പക്ഷെ പടച്ചോനെ പിടിച്ചിട്ട് ചെയ്യൂല. പക്ഷെ മനസ്സിൽ തിന്മകളുണ്ട്, ഞങ്ങളുടെ മനസ്സിൽ തിന്മകൾ പലപ്പോഴും വരാറുണ്ട്. അതുപോലും അള്ളാഹു പിടികൂടുമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല. ഞങ്ങൾക്ക് നമസ്കരിക്കാൻ പറഞ്ഞോളൂ, ഞങ്ങൾ നമസ്കരിക്കാം. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞോളൂ, സക്കാത്ത് കൊടുക്കുക, എല്ലാം ചെയ്യാം. മനസ്സിനെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. എപ്പോഴും ഒരേ അവസ്ഥയിൽ മനസ്സിനെ കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. കുല്ലിഫ്നാ മാ ലാ നുതീഖ്, ഞങ്ങൾക്ക് സാധിക്കാത്തത് അള്ളാഹു നിർബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ നബി മൗനം പാലിച്ചു, മറുപടി ഒന്നുമില്ലല്ലോ. എന്ത് ചെയ്യും? അടുത്ത ആയത്തെന്താ? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. ഒരു നഫ്സിനെയും അവന് സാധിക്കാത്തത് അള്ളാഹു നിർബന്ധിപ്പിക്കുകയില്ല. അപ്പം ആദ്യത്തെ ആയത്ത് അത് അൽഫാദിൽ നിലനിർത്തി, പക്ഷെ അതിൻ്റെ വിധിയുണ്ടോ? ഇല്ല. ഒരാൾക്ക് മനസ്സിൽ തെറ്റായ വിചാരമുണ്ടെങ്കിൽ ആ തെറ്റായ വിചാരത്തിന് അള്ളാഹു പിടികൂടോ? ആദ്യത്തെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ല. ആ നിയമത്തെ അള്ളാഹു ഉയർത്തി, പകരം നിയമം കൊണ്ടുവന്നു. നിങ്ങൾക്ക് സാധിക്കാത്തതിനെ അള്ളാഹു എന്ത് ചെയ്യൂല? പിടികൂടുകയില്ല എന്ന നിയമം കൊണ്ടുവന്നു. ഇതാണ് നാസിഖ് മൻസൂഖ് എന്ന് പറഞ്ഞാൽ. നോക്കൂ നിങ്ങൾ, കള്ളിൻ്റെ വിഷയം, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്. ആദ്യത്തെ ഘട്ടം എന്താ? അതിൽ ഉപകാരത്തേക്കാൾ ഉപദ്രവമാകുന്നു. രണ്ടാമത്തെ ഘട്ടം എന്താ? നമസ്കാരത്തിൽ നിങ്ങൾ സമീപിച്ചു പോകാൻ പാടില്ല. മൂന്നാമത്തെ ഘട്ടം എന്താ? ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് റിജ്സുൻ മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു, പാഠപടിയാൻ പറഞ്ഞു. അപ്പം നേരം തൊട്ടു മുമ്പുള്ള 2 മുമ്പുള്ള ആയത്തുകളുടെ നിയമത്തെ എന്ത് ചെയ്തു? ഉയർത്തിക്കളഞ്ഞു. ഇന്ന് നമുക്ക് ആ ഘട്ടമായി നമുക്കിന്ന് സ്വീകരിക്കാൻ അവകാശമുണ്ടോ? ഇല്ല. അപ്പോൾ ആദ്യത്തെ 2 ആയത്തുകളുടെ നിയമത്തെ ഉയർത്തുകയും അത് അക്ഷരത്തിൽ നിലനിർത്തുകയും ചെയ്തു. ഇതാണ് നാസിഖ് മൻസൂഖ്. ഇത് മാത്രം വിശദീകരിക്കുവാനുള്ള പ്രത്യേക വിജ്ഞാന ശാഖകൾ പിൽക്കാലത്ത് രൂപം കൊണ്ടു. അതുപോലെ തന്നെ ഖിസസുൽ ഖുർആൻ, ഇതൊരു വിജ്ഞാന ശാഖയാണ്. വിശുദ്ധ ഖുർആന്റെ ചരിത്രം, വിശുദ്ധ ഖുർആന്റെ കഥകൾ, അത് ഐതിഹ്യമല്ല, അത് തോന്നലുകളല്ല, സാങ്കല്പികമല്ല, യഥാർത്ഥമായ ഹക്കായ ചരിത്രമാണ്. അതാണ് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. യൂസുഫ് അലൈഹിസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് സൂറത്ത് യൂസുഫിൽ കാണാൻ സാധിക്കും. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല കഥാകഥനമാണ് ഈ വിശുദ്ധ ഖുർആനിലൂടെ നാം നിങ്ങൾക്ക് കഥ പറഞ്ഞു തരുന്നത്, വിശദീകരിച്ചു തരുന്നത്. യൂസുഫ് അലൈഹിസ്സലാമയുടെ കഥയുണ്ട്, ചരിത്രമുണ്ട്. നൂഹ് നബിയുടെ ചരിത്രമുണ്ട്, മൂസാ നബിയുടെ ചരിത്രമുണ്ട്, ഇബ്രാഹിം നബിയുടെ ചരിത്രമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കഥകൾ വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അതിന് പ്രത്യേകമായ വിജ്ഞാന ശാഖകൾ പിൽക്കാലത്ത് രൂപപ്പെട്ടു. അതുപോലെ തന്നെ തജ്വീദുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അക്ഷരസ്ഫുടതയോടുകൂടി മഖാരിജുൽ ഹുറൂഫോടുകൂടി പാരായണം ചെയ്യാൻ ഉതകുന്ന, അതിന് പഠന സഹായകമായ വ്യത്യസ്തങ്ങളായ നിയമാവലികളുള്ള ഗ്രന്ഥങ്ങൾ പിൽക്കാലത്ത് രൂപപ്പെട്ടു. അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒന്നാണത്. തജ്വീദുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ്റെ പാരായണം. പലപ്പോഴും സൂറത്തുൽ ഫാത്തിഹ പോലും മഖാരിജുൽ ഹുറൂഫോടുകൂടി പാരായണം ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ട്. സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ ഫത്വ കൊടുത്തത് എന്താ? ലാ സ്വലാത്ത ലം യഖറ ബി ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല, നമസ്കാരത്തിൻ്റെ റുക്നാണ്. അതുകൊണ്ട് ഫാത്തിഹയിൽ വരുന്ന വീഴ്ചകൾ,
ഫാത്തിഹയിൽ വരുന്ന വീഴ്ചകൾ നമസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ ബാധിക്കുമെന്ന് സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖിറാഅത്ത്, തജ്വീദ് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും പലർക്കും സൂറത്തുൽ ഫാത്തിഹ പോലും തജ്വീദ് അനുസരിച്ച് ഓതാൻ സാധിക്കുന്നില്ല. മഖ്റജുകൾ എവിടുന്ന് ഉത്ഭവിക്കുന്നു, അതിൻ്റെ ഉത്ഭവസ്ഥാനം ഏതാണ്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതാത് മഖാരിജുൽ ഹുറൂഫോടുകൂടി ഓതാൻ സാധിക്കണം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി ഹഖ്ഖ തിലാവതി, വിശുദ്ധ ഖുർആൻ അത് തിലാവത്ത് ചെയ്യേണ്ട മുറപ്രകാരം തിലാവത്ത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാകുന്നു വിജയികളെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വറത്തിലിൽ ഖുർആന തർത്തീല, നീ വിശുദ്ധ ഖുർആനെ സാവകാശത്തിൽ അവധാനതയോടുകൂടി മഖാരിജുൽ ഹുറൂഫോടുകൂടി നീ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. സയ്യിനുൽ ഖുർആന ബി അസ്വാത്തിക്കും, നിങ്ങളുടെ ശബ്ദം കൊണ്ട് നിങ്ങൾ ഖുർആനിനെ മനോഹരമാക്കണം. അല്ലേ, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്ര ട്യൂണുണ്ടെങ്കിലും തജ്വീദില്ലെങ്കിൽ അത് കേൾക്കാനൊരു സുഖം ഉണ്ടാവില്ല. നേരെ മറിച്ച് തജ്വീദോടുകൂടി പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ട്യൂൺ അല്പം കുറഞ്ഞാലും കേൾക്കാൻ മാധുര്യമാണ്. അതാണ് സയ്യിനുൽ ഖുർആന ബി അസ്വാത്തിക്കും, നിങ്ങളുടെ ശബ്ദം കൊണ്ട് നിങ്ങൾ ഖുർആനിനെ അലങ്കാരമാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഖുർആൻ പരിഭാഷകൾ നിലവിൽ വന്നു. ഖുർആൻ പരിഭാഷകൾ നിലവിൽ വലിയ വലിയ സ്വാധീനവും വിപ്ലവവും സൃഷ്ടിച്ചു. 1200കളിലാണ് വിശുദ്ധ ഖുർആൻ്റെ പരിഭാഷകൾ നിലവിൽ വന്നത്. ഇംഗ്ലീഷിലും വ്യത്യസ്ത ഭാഷകളിലും വന്നു. ഇംഗ്ലീഷിൽ ആദ്യമായി നിലവിൽ വന്നതാണെന്ന് തോന്നുന്നു മർമഡ്യൂക്ക് പിക്താളിൻ്റേത്. മർമഡ്യൂക്ക് പിക്താൾ അദ്ദേഹം ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി, ഇസ്ലാമിനെ തകർക്കാൻ ഒരു മാർഗ്ഗമുള്ളൂ, ഖുർആനിനെ പരാജയപ്പെടുത്തുക, ഖുർആനിൻ്റെ പൊള്ളത്തരങ്ങൾ ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കുക. അതിനുവേണ്ടി അദ്ദേഹം അറബി പഠിക്കുക, ഖുർആൻ്റെ ട്രാൻസ്ലേഷൻ എഴുതിയിട്ട് ഖുർആനിൻ്റെ കാര്യങ്ങൾ ആളുകൾക്ക്, ഖുർആനിൻ്റെ പൊട്ടത്തരങ്ങൾ അദ്ദേഹം വിശ്വസിക്കുന്ന പ്രകാരം പൊട്ടത്തരങ്ങൾ ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കണമെന്ന നിയ്യത്തോടു കൂടി അയാൾ ഹൈദരാബാദിൽ വന്ന് പഠനം ആരംഭിച്ചു. അങ്ങനെ ഈജിപ്തിൽ പോയി അങ്ങനെ അറബി ഭാഷ പഠിച്ചു, വിശുദ്ധ ഖുർആൻ്റെ ട്രാൻസ്ലേഷൻ എഴുതി തീരുന്നതിന് മുമ്പ് അദ്ദേഹം മുസ്ലിം ആവുകയാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെ ഇന്ന് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പരിഭാഷകളിൽ ഒന്നാണ് മർമഡ്യൂക്ക് പിക്താളിൻ്റെ. അതുപോലെ തന്നെ അബ്ദുള്ള യൂസുഫ്, അദ്ദേഹം ബോംബെയിലാണ് ജനിച്ചത്, മരിക്കുന്നത് ബ്രിട്ടനിലാണ്, ലണ്ടനിലാണ്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷനും വളരെ വിലപിടിപ്പുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ട്രാൻസ്ലേഷനുകളിൽ ഒന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ, അതുപോലെ തന്നെ മലയാളത്തിൽ കാണാം, പല ഭാഷകളിലും ട്രാൻസ്ലേഷനുകൾ, പരിഭാഷകൾ ലോകത്ത് രംഗത്ത് വന്നു. ഇതും വലിയ വിപ്ലവങ്ങളുണ്ടായി. അതുപോലെ തന്നെ ഈ ഇഅ്റാബുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ്റെ ഈ ഇഅ്റാബുകൾ, നിയമങ്ങൾ, ഗ്രാമർ നിയമങ്ങൾ, അതും പിൽക്കാലത്ത് വന്നു. കാരണം ബായിനും തായിനും സാവും ഒക്കെ ഒരേ രൂപത്തിലാണ്. ബായിന് താഴെ ഒരു പുള്ളി, തായിന് മുകളിൽ 2 പുള്ളി, സായിന് 3 പുള്ളി, ഇങ്ങനെയൊന്നുമില്ല. ബാവും താവും സാവും ഒക്കെ ഒരേ രൂപത്തിൽ, ഖാഫും ഫാവും ഒക്കെ ഒരേ രൂപത്തിൽ, നുക്തയില്ല, ഫതഹകളില്ല, കസറുകളില്ല. അതൊക്കെ പിൽക്കാലത്ത് അതൊക്കെ നിലവിൽ വന്നു. അതാണ് ഈ ഇഅ്റാബുൽ ഖുർആൻ. ഇങ്ങനെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ വിശാലമായിക്കൊണ്ടിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് റസ്മു ഉസ്മാനി, ഉസ്മാനി ലിപി എന്നറിയപ്പെടുന്ന, നമ്മളിന്ന് ഉപയോഗിക്കുന്ന വിശുദ്ധ ഖുർആൻ്റെ ലിപി. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണം. ഈ വിഷയം നമ്മൾ തുടങ്ങിയാൽ സമയം അധികമാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലൂടെയോ പിന്നീടുള്ള അവസരങ്ങളിലൂടെയോ നമുക്ക് ഈ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണവും അതുപോലെ തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട റസ്മു ഉസ്മാനിയും പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളുകയും യഥാർത്ഥ വിശ്വാസിയായി ജീവിച്ച് മരിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.